എന്താണ് വിവരാവകാശം? എന്നാണ് ഇത് നിലവിൽ വന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് വിവരാവകാശം വഴി വെളിപ്പെടുത്താൻ സാധിക്കാത്തത്? അല്ലെങ്കിൽ എല്ലാ വിവരങ്ങളും വിവരാവകാശം വഴി നമുക്ക് അറിയാൻ കഴിയുമോ? എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ലെങ്കിൽ വാ പറഞ്ഞുതരാം. ഒരു ഗവൺമെന്റിന്റെ കൈവശമുള്ള വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്നതിനും ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പൊതു അധികാര കേന്ദ്രങ്ങളുടെ സുതാര്യതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിലനിർത്തുന്നതിനും അതുവഴി അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുമായി 2005 ഒക്ടോബർ 12 പാസാക്കിയ ഒരു നിയമമാണ് വിവരാവകാശ നിയമം. പക്ഷേ സർക്കാർ കൈവശമുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് വിവരാവകാശ നിയമം വഴി അറിയാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നാണ്. എന്തൊക്കെയാണ് വിവരാവകാശ നിയമം വഴി വെളിപ്പെടുത്താൻ സാധിക്കാത്ത കാര്യങ്ങൾ എന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. രാജ്യത്തിന്റെ പരമാധികാരത്തെയോ ഐക്യത്തെയോ സുരക്ഷയെയോ ശാസ്ത്ര സാമ്പത്തിക താൽപര്യങ്ങളെയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധത്തെയോ മോശമായി ബാധിക്കുന്ന ഒരു കാര്യങ്ങളും നമുക്ക് വിവരാവകാശ നിയമം വഴി അറിയാൻ കഴിയില്ല. കൂടാതെ കോടതികളോ ട്രൈബ്യൂണലുകളോ പ്രസിദ്ധീകരിക്കരുതെന്ന് വിലക്കിയിട്ടുള്ളവ അല്ലെങ്കിൽ കോടതി അലക്ഷ്യമാവുന്ന വിവരങ്ങൾ, ഉദാഹരണത്തിന് കോടതിയിൽ നടക്കുന്ന ഒരു കേസിന്റെ വിശദാംശങ്ങൾ ഒരിക്കലും നമുക്ക് വിവരാവകാശ നിയമം വഴി അറിയാൻ കഴിയില്ല. അത്തരത്തിൽ വെളിപ്പെടുത്തപ്പെട്ടാൽ ഒരു മൂന്നാം കക്ഷിയുടെ മത്സരശേഷിയെ ഹനിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് അതിജീവിതമാരുടെ പേരുകൾ, റേപ്പ് വിക്ടിംസിന്റെ പേരുകൾ എന്നിവയെല്ലാം ഇതിൽ പെടുന്നു. അതുകൂടാതെ കേന്ദ്ര സംസ്ഥാന നിയമസഭകളുടെ വിശേഷാവകാശങ്ങളെ ബാധിക്കുന്ന വിവരങ്ങൾ, പൊതു താൽപര്യങ്ങൾക്കായി വെളിപ്പെടുത്തേണ്ടതാണെന്ന് അധികാരികൾക്ക് ബോധ്യമല്ലാത്ത ചില വ്യക്തിപരമായ വിവരങ്ങൾ, വിദേശ സർക്കാരുകളിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരങ്ങൾ, ഒരാളുടെ ജീവനോ ശാരീരിക സുരക്ഷയോ അപകടപ്പെടുത്തുന്നതും പോലീസിന് മുന്നിലോ കോടതിയുടെ മുന്നിലോ നൽകിയ രഹസ്യ വിവരങ്ങൾ, ആ വിവരം നൽകിയ ആളുടെ വിശദാംശങ്ങൾ, പോലീസിന് കീഴിലുള്ള കേസിന്റെ അന്വേഷണ പ്രക്രിയ, അറസ്റ്റിനെയോ കുറ്റവിചാരണയെയോ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ, പൊതു താൽപര്യങ്ങളുമായി ബന്ധമില്ലാത്തതും ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അനാവശ്യ ഇടപെടലുണ്ടാക്കുന്നതുമായ കാര്യങ്ങൾ, പകർപ്പവകാശം ലംഘിച്ചേക്കാവുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് വിവരാവകാശ നിയമം വഴി അറിയാൻ കഴിയില്ല. ഇപ്പോൾ വിവരാവകാശ നിയമത്തെക്കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.